ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഐഫോൺ തന്നെ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഏത് ഐഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ഐഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 40,000 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം അതിലും കുറഞ്ഞൊരു പ്രൈസ് വെച്ചിട്ട് ഐഫോൺ എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുക. ഇപ്പം ഐഫോൺ 10ഓ 11ഓ ഒന്നും എടുക്കാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. പിന്നെ ഇപ്പം ചിലപ്പം 40,000 രൂപയ്ക്ക് താഴെ ഐഫോൺ 12 കിട്ടാറുണ്ട്. അപ്പം ഐഫോൺ 12 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40,000 രൂപയ്ക്ക് താഴെ മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതിൽ 6.1 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ അല്ല, OLED ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. പിന്നെ വലിയ നോച്ച് കൊടുത്തിട്ടുണ്ട്. A14 ബൈണി ചിപ്പാണ് വരുന്നത്. അത് ഇപ്പോഴത്തെ ഒരു ഇതിലും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. 12+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി 2815 mAh ബാറ്ററി വരുന്നുള്ളൂ. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 40,000 രൂപയ്ക്ക് താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു 45,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഐഫോൺ 13 കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതൊന്നും അധികം റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പം ആ ഒരു ബഡ്ജറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 13 എടുക്കുക. ഇപ്പം അതിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. A15 ബൈണി ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ സിനിമാറ്റിക് വീഡിയോ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ സെറ്റപ്പിൽ മാറ്റം വന്നിട്ടില്ലെങ്കിലും ഫീച്ചേഴ്സിൽ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 3240 mAh ബാറ്ററി വരുന്നുണ്ട്. സെയിം ഒരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 45,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 53,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 14 കിട്ടുന്നുണ്ട്. ഇപ്പം സെയിം പ്രോസസ്സറും സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. സെയിം ക്യാമറ സെറ്റപ്പും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3279 mAh ബാറ്ററിയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 53,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ഫോണിനേക്കാളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് 59,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 15 കിട്ടുന്നുണ്ട്. അതാണ്. അപ്പം അതിലോട്ട് വരുമ്പം 6.1 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ കാണുമ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നുള്ള ഒരു ഫീൽ ലഭിക്കും. പിന്നെ ഇതിലും കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. A16 ബൈണി ചിപ്പ് എടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിലോട്ട് വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ് വരുന്നത്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 3349 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 59,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഈ ഫോൺ കിട്ടുന്നുണ്ട്. പലപ്പോഴും 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50,000 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 15 വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം 14 53,000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുക്കുന്നതിലും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15 എടുക്കുന്നതായിരിക്കും. പിന്നെ 15 പ്ലസ് വരുന്നുണ്ട്. പക്ഷേ വില 65,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം അതും കൺസിഡർ ചെയ്യാം. കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ വലിയ 6.7 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും ഇതിൽ വരുന്നുണ്ട്. 4383 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ സ്ക്രീനുള്ള അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ബാറ്ററി ചാർജ് നിൽക്കുന്ന ഒരു ഐഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ 15 പ്ലസ് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ 16 തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ 18 ബൈണി ചിപ്പ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഐഫോൺ 16 സീരീസിലോട്ട് വരുമ്പോൾ നമുക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. 15ലും 15 പ്ലസിലും ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ വരില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 15 പ്രോയിലും പ്രോ മാക്സിലും ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ വരുന്നതായിരിക്കും. പിന്നെ സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറ ഫീച്ചേഴ്സിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം മാക്രോ ഫോട്ടോസ് ഒക്കെ എക്സ്ട്രാ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ 3561 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പലപ്പോഴും 75,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഐഫോൺ 16 എടുത്തത് 70,000 രൂപ പ്രൈസ് റേഞ്ചിലും ആയിരുന്നു. പിന്നെ കുറച്ചും കൂടി വലിയൊരു ഫോൺ നേരത്തെ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ 16 പ്ലസ് നോക്കാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. 4674 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള അതുപോലെ തന്നെ വലിയൊരു സ്ക്രീനുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 പ്ലസ് 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.
പിന്നെ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 15 പ്രോ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിൽ 6.1 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് ഐലൻഡ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടിയ റിഫ്രഷ് റേറ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ 15 പ്രോ നോക്കാം. പിന്നെ A17 പ്രോ ബൈനിക് ചിപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാമറയിൽ 48+12+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 3774 mAh ബാറ്ററി ഇതിൽ വരുന്നുള്ളൂ. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 1,25,000 രൂപ പ്രൈസ് റേഞ്ചിൽ 15 പ്രോ മാക്സും വരുന്നുണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വലിയ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 4441 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അപ്പം അതും കൺസിഡർ ചെയ്യാം. ഇനി ഐഫോണിന്റെ ടോപ്പ് ലെവൽ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ 16 പ്രോ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.3 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ഐലൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 18 പ്രോ ബൈനിക് ചിപ്പ് ഇതിൽ വരുന്നുണ്ട്. 48+12+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3582 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വേണമെന്നുണ്ടെങ്കിൽ 16 പ്രോ മാക്സും നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ കുറച്ചും കൂടി വലിയ 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 4685 mAh ബാറ്ററിയും വരുന്നുണ്ട്. 1,45,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഐഫോണിന്റെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പം ഞാനതിൽ ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏതാ ഐഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.